ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആരോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്ത് എനർജിയിലാണ് നിങ്ങളുള്ളതെന്നും എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് വരുന്നതെന്നും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുക. അതുപോലെ റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. ഓക്കെ, നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം. ബി പോസിറ്റീവ്. നോക്കാം. ഇതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് കാണും കേട്ടോ. ഇതിലാണ് നിങ്ങളുടെ എനർജി കൂടുതലും ഇതിലേക്ക് വരുന്നത്. കാരണം ഇതൊരു എനർജി റീഡിംഗ് ആണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ നിങ്ങളിലേക്ക് അതിൻ്റെ എനർജി ഇതിലേക്ക് എത്തുന്നത്. ഓക്കെ, നോക്കാം. Five of Swords, Seven of Swords, Hermit, Seven of Wands, Four of Cups, Nine of Pentacles, High Priestess ആണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, കാർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ ഫൈവ് ഓഫ് സോർട്സ്, സെവൻ ഓഫ് സോർട്സ്, ഹെർമിറ്റ്, സെവൻ ഓഫ് വാണ്ട്സ്, ഫോർ ഓഫ് കപ്സ്, നയൻ ഓഫ് പെൻറ്റക്കിൾസ്, ഹൈ പ്രീസ്റ്റസ് ആണ് ബോട്ടം എനർജി വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എനർജി എന്ന് പറയുമ്പോൾ കാർഡ്സ് കാണുമ്പോൾ തന്നെ റീഡിങ് എന്താ പറയുക, മൊത്തത്തിൽ അങ്ങനെ ഒരു എനർജിയാണ്. നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ, നിങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അത് ഒരു ചതിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെൻ്റ് ആയിരിക്കാം, ഒരു കോമ്പറ്റീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മറ്റാരോടെങ്കിലും അങ്ങനെ പെരുമാറിയിട്ടുണ്ടാവാം. എന്ത് വില കൊടുത്തും എനിക്ക് വിജയിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ മറ്റാരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പ്, ഇതിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് അതുമായിട്ട് റിലേറ്റ് ചെയ്യുക കേട്ടോ. ഒരു മോശം ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ഉണ്ടായിരുന്നത്, ചതി, ഡിസഗ്രിമെൻറ്റ്, അതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ എന്ത് ഇത് ചെയ്താലും എനിക്ക് വിജയിക്കണം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേതാണ് നിങ്ങളുള്ളതെന്ന് നോക്കുക. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു നിങ്ങളിലേക്ക് അതിൻ്റെ ഒരു രഹസ്യത്തിൻ്റെ ചുരുൾ അഴിയാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് ആ സിറ്റുവേഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ആ സിറ്റുവേഷൻ എനിക്ക് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഗൈഡൻസ് എടുക്കുന്നുണ്ടാവും ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും റീഡിങ്ങുകളോ എന്തെങ്കിലും കാണുമ്പോഴായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാവുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പിരിച്വൽ എനർജിയുള്ള ഏതെങ്കിലും ലേഡിയുമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും. ഒരു ലേഡി ഫിഗറാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു രഹസ്യം ഇന്നത്തെ ദിവസം വെളിവാകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഇൻഡ്യൂഷൻ തോന്നുന്നതുമാകാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും മനസ്സിലാവുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇത് കുറച്ച് പേരുടെ എനർജിയാണ്. മറ്റു ചിലർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എവിടെയാണോ ഉള്ളത് ആ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാവാനുള്ള സാധ്യത, കോമ്പറ്റീഷൻ ഉണ്ടാവാനുള്ള സാധ്യത, അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നിങ്ങൾ അകപ്പെടാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഗോസിപ്പ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മറ്റുള്ളവരോടൊരു പക, ദേഷ്യം, അല്ലെങ്കിൽ എനിക്ക് വിജയിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലൊരു എനർജിയും ആകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
ചിലരുടെ എനർജിയിൽ. മറ്റു ചിലർക്ക് ഇതൊക്കെ ഒരു മനസ്സിലാവുന്നു, അതിനുള്ളൊരു ഗൈഡൻസ് എടുക്കുന്നു, അതുവഴി നിങ്ങൾക്ക് പല കാര്യങ്ങളും വ്യക്തമാവുന്നു എന്നുള്ളതാണ്. ഇതാണ് 5 ഓഫ് സോർട്സ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത 7 ഓഫ് സോർട്സ് ആണ്. വീണ്ടും ഇതൊരു അതായത് നിങ്ങളെ പറ്റിച്ച് കടന്നു കളയുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. ഓക്കെ, ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങളെ പറ്റിച്ച് കടന്നു കളഞ്ഞ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ടാകും. ഇല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങളിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. ഒന്നുകിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കാം, ഇതേപോലെ ഒരു ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാം, അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കാം. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഗൈഡൻസിലൂടെയോ അല്ലെങ്കിൽ റീഡിങ്ങുകളിലൂടെയോ ഒക്കെ മനസ്സിലാവുന്നതുമായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നതുമായിരിക്കാനൊരു സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ചിലരുടെ എനർജി കാണുന്നത്. പിന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ നോക്കാതിരിക്കുക എന്നുള്ള ഒരു ഇതുകൂടിയുണ്ട്. അതുപോലെ തന്നെ മുമ്പ് നടന്നിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവാതിരിക്കുക, അത് കഴിഞ്ഞു പോയ കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുക എന്നുകൂടി പറയാനുണ്ട്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് നിങ്ങൾ ജോലികളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫയലുകളൊക്കെ മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്നതാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്, പറ്റിക്കപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരു ചതിയിൽ അകപ്പെടാനൊക്കെയുള്ളൊരു ചാൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഹെർമിറ്റ് കാർഡാണ്. ഇപ്പോൾ ഇവിടെ ഈ 2 ഇടങ്ങളിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ദിവസം. യാത്ര ചെയ്യുമ്പോൾ പണമൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രധാനപ്പെട്ട രേഖകളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക ഒക്കെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആരോടാണ് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നുണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങൾക്കെതിരെ തന്നെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതെന്ത് ചെയ്യാം, നിങ്ങൾ ആരോടാണ് പറയുന്നത് എന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഷെയർ ചെയ്യുക. കൂടുതലും പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക. ആരോടും അത് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇനി എന്ത് തന്നെ രഹസ്യം സൂക്ഷിക്കുന്ന വ്യക്തികളാണെങ്കിലും ചില സമയത്ത് അതൊക്കെ നിങ്ങൾക്കെതിരെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും സീക്രസി തോന്നുന്ന കാര്യം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അടുത്ത ഹെർമിറ്റ് കാർഡാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സോളിനെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള സത്യത്തെ നിങ്ങൾ തിരിച്ചറിയാനുള്ള നിങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്നുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ സ്വയം പരിശോധന നടത്തുന്നുണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്കുള്ള ഒരു എനർജിയാണ് ഇവിടെ കൂടുതലും കാണുന്നത്. അപ്പോൾ പലരും ചിലപ്പോൾ ഒറ്റക്കായിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള സിറ്റുവേഷൻ മൂലം കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു ചതിയിലകപ്പെട്ടിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതിങ്ങോട്ട് ഈ ഹെർമിറ്റ് വെളിച്ചം കാണിക്കുന്നത് ഇങ്ങോട്ടേക്കാണ്, ഇത് തിരിച്ചങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള സിറ്റുവേഷൻ അത് നിങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലൊരു എനർജി ഇവിടെ കാണുന്നു. ഇവിടെയും നിങ്ങൾ ചിലപ്പോൾ ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവാം. ആ ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങൾ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുകൂടിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളത് കൂടിയാണ്. ഈ ഒരു കർമ്മ എനിക്ക് വന്നത് എന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് നയിക്കാനാണ്, എൻ്റെ പാത അതാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്ന തരത്തിലൊരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ അതിനുള്ളൊരു കോഴ്സൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്കൊരു ഗൈഡിനെ കിട്ടുന്നുണ്ടാവും എന്നും കൂടിയാണ് ഇവിടെ കാണുന്നത്. ഒരു ഇന്നർ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. നിങ്ങളുടെ ആ ഒരു ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഓക്കെ, അതാണ് ഇവിടെ ഹെർമിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് 7 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇവിടെയും ഇതൊരു ചാലഞ്ചിൻ്റെ കാർഡ് തന്നെയാണ്. 7 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഒരു ചാലഞ്ച്, കോമ്പറ്റീഷൻ തന്നെയാണ് വീണ്ടും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ചുറ്റിലുമുള്ള വ്യക്തികൾ
നിങ്ങൾക്കെതിരെ തിരിയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ്. പക്ഷേ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ നിങ്ങളുടെ ചുറ്റിലുള്ളവർ തന്നെയാണ് നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് തരത്തിലുള്ള ഒരു എനർജി നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. അതായത് നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ അവെയർ ആയിരിക്കണം, എപ്പോഴും ഒരു ആക്രമണം ഉണ്ടാകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഒരു ചിന്തകൾ നിങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ചിന്തകളിൽ അങ്ങനെ വരുന്നു എന്നുള്ളതാണ്. എൻ്റെ ചുറ്റിലുമുള്ളവർ എന്നെ ആക്രമിക്കും എന്നുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ടാകുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള എനർജി. അതുപോലെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം പാടുപെടുന്നുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഇല്ല. ആരാണ് ചുറ്റിലും ഉള്ളത് എന്നുള്ളതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചുറ്റിലും ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്കെതിരെ എന്നുള്ളത്. ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഒരു ചലഞ്ച് വരുന്നുണ്ട്, ഞാൻ സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ചിലരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒക്കെ ഉണ്ടാവും. പക്ഷേ ചുറ്റിലുമുള്ളവർ പ്രശ്നം ഉണ്ടാക്കുമോ, അവരറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ രീതിയിലുള്ള ഇത് നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 7 ഓഫ് വാൻസിൻ്റെ എനർജിയിൽ ചിലപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവർ അറിഞ്ഞാലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതായിട്ടും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇതാരെങ്കിലും അറിയുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ടെൻഷനിൽ നിൽക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. കൂടുതലും ഇവിടെ സീക്രട്ടിൻ്റെ കാർഡാണ് ഇത് എന്നുള്ളതാണ്. ഓക്കെ, ചില വ്യക്തികൾക്ക് നിങ്ങളുടെ കൺട്രോൾ വിടുന്ന തരത്തിലൊരു കൺട്രോൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉത്തരവാദിത്തം കൂടുന്നത് കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു ടെൻഷൻ ചിലപ്പോൾ ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കാം. കാരണം ഇതിന് തൊട്ട് മുമ്പേ നിങ്ങൾക്ക് വലിയ രീതിയിലൊരു റെക്കഗ്നേഷനും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കത് നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്രത്തോളം ചെയ്യാൻ വേണ്ടി പറ്റില്ലേ, എനിക്കതിന് സാധിക്കില്ലേ എന്നുള്ള രീതിയിലുള്ളൊരു ടെൻഷൻ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുമാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളുടെ ടെൻഷൻ മാത്രമാണ്, നിങ്ങൾ മാനസികമായിട്ട് നിങ്ങളിലേക്ക് വരുന്നൊരു ടെൻഷനാണ് എന്നുള്ളതാണ്. അതിനെ ഓവർകം ചെയ്യുക, മറികടക്കുക. നിങ്ങൾ പ്രതിരോധിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലോക്കേജ് വരും. അപ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ, നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റം വരാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയും കടന്ന് മുന്നോട്ടേക്ക് പോവുക. എനിക്ക് മുന്നോട്ടേക്ക് പോകണം, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, പാഷൻ എന്താണ്, നിങ്ങൾ അൾട്ടിമേറ്റായിട്ട് നിങ്ങൾക്ക് എന്താണ് നേടാനുള്ളത്, അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ ചുറ്റിൽ നിന്നും എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും എനിക്കതിനെ നേരിടാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. കൂടുതലും ഡിവൈനായിട്ട് കണക്റ്റഡ് ആവുക, പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അടുത്തത് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെയും മെഡിറ്റേഷൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ കൂടുതലും ഇന്ന് എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ മെഡിറ്റേഷനിൽ നിങ്ങൾ ഇരിക്കുന്ന തരത്തിലുള്ളൊരു എനർജിയാണ്. ഇവിടെയും ഒരു ഒറ്റപ്പെടലാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. എന്താണോ നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളിലുണ്ടായിരുന്ന സൗഭാഗ്യങ്ങൾ അതൊക്കെ ഓർത്ത് ഇരിക്കുന്നുണ്ടാവും, നഷ്ടബോധത്തിൽ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് മാത്രം ഇരിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ എന്തൊക്കെ കഴിവുണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു എനർജിയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടെ 4 ഓഫ് കപ്സിൽ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ആ ഒരു എനർജിയെ ഉപേക്ഷിക്കുക. നിങ്ങൾ പുതിയതിനെ മാനിഫെസ്റ്റ് ചെയ്യുക. നഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടതായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക. നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു വിജയമാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിനെ മനസ്സിലാക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഇവിടെ 4 ഓഫ് കപ്സിൽ പറയാനുള്ളത്. ഓക്കെ, നിങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുന്നുണ്ടാവും. ഇനിയും പഴയതൊക്കെ ആലോചിച്ച് വെറുതെ ആ ഒരു നൊസ്റ്റാൾജി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെയൊക്കെ ആലോചിച്ച് ഇരുന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. മുന്നോട്ടേക്ക് ഉള്ള വഴി തിരഞ്ഞെടുക്കൂ എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അടുത്ത 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം കുറേ പേർക്ക് ഇന്നൊരു റിവാർഡൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസാണ് കാണുന്നത്. നിങ്ങളെ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഇന്നത്തെ ദിവസം നല്ല വാക്കുകൾ പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ
നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് പ്രശംസിച്ച് പറയുക എന്നുള്ളതാണ്. അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസോടുകൂടി നിൽക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും കൂടിയാണ്. മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൽ ഇവിടെ പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് വരുന്നത്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് വരുന്നൊരു സമയം കൂടിയാണ്. അത് നിങ്ങളുടെ ഒരു ഫ്രൂട്ട്സ് ഓഫ് ദി ലേബറാണ്. നിങ്ങൾ വർക്ക് ചെയ്തതിനനുസരിച്ചുള്ള ഏണിങ്സ് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ് അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് എന്താണോ അത് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ്. പണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെൽത്ത് ആയിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെയധികം കോൺഫിഡൻസോടുകൂടി നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അതായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളൊരു വീടായിരിക്കാം മാനിഫെസ്റ്റ് ചെയ്തത്, സ്ഥലമായിരിക്കാം. ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. കൂടുതൽ ലക്ഷറിൻ്റെ കാർഡ് കൂടിയാണിത്. ഇപ്പോൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇന്ന് അത് വരുന്നു തരത്തിലുള്ള ഒരു എനർജിയാണ്. അതിനുള്ള കപ്പാസിറ്റി നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പണം കൊടുത്ത് സഹായിക്കാനും സാധിക്കുന്നുണ്ട്. ഓൾ ഓവർ ഇന്ന് നിങ്ങളുടെ അപ്പിയറൻസിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ ഒരു റോൾ മോഡൽ ആക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. നിങ്ങളെ കണ്ടു പഠിക്കണം എന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നതായിരിക്കാം. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഔട്ട്ലുക്കിലുണ്ടല്ലോ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടോ അവർ ഭയങ്കര റിച്ചാണ്, ലക്ഷറിയാണ് എന്നുള്ളത് തോന്നുന്നതും ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്കൊരു ശുഭാപ്തി വിശ്വാസം, സ്ട്രെങ്ത്ത്, അതുപോലെ കമ്പാഷൻ ഒക്കെ വരുന്നൊരു ഇതുകൂടിയാണ്. ആ ഒരു കംപ്ലീഷൻ, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെ പൂർത്തീകരണം വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാം കേട്ടോ. ആ വ്യക്തിക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തൊരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി നിങ്ങളെ അത്രയും നല്ലൊരു എനർജി ആയിട്ടാണ് കാണുന്നത് എന്നുള്ളത് കൂടിയാണ് ഇവിടെ. നിങ്ങളെ ഒരു അത്രയും നിങ്ങളെ എന്താ പറയുക അഡ്മയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് കൂടിയാണ്. അവർ നിങ്ങളെ ഒരു 9 ഓഫ് പെൻറ്റക്കിളായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഒരു വളരെയധികം നല്ലൊരു എനർജി ഉള്ളൊരു ലേഡിയാണ്, അല്ലെങ്കിൽ എനർജി ഉള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ലേഡി എന്നതിലുപരി എനർജി ഉള്ളൊരു വ്യക്തിയാണ്, അവർക്ക് ആപ്റ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ് 9 ഓഫ് പെൻറ്റക്കിൾസിലൂടെ കാണുന്നത്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സീക്രട്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. കൂടുതലും സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ പോകുന്ന തരത്തിലൊരു എനർജി. അപ്പോൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്ന വ്യക്തികൾ, അതുപോലെ തന്നെ സ്പിരിച്വലി നിങ്ങൾ പുതിയൊരു കോഴ്സൊക്കെ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ഗൈഡിനെ കിട്ടുന്ന ഒരു സീക്രട്ടായിട്ടുള്ള നോളജ് നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരും ഇന്നത്തെ ദിവസം അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തോ ഒരു പവറുണ്ട്, അങ്ങനെ ഒരു പല കാര്യങ്ങളെയും നിങ്ങൾക്ക് നേരത്തെ കൂട്ടി അറിയാനും എന്തോ ഒരു സീക്രട്ടായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്ന തരത്തിലൊരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈനുമായിട്ട് ആ ഒരു കണക്ഷൻ വരുന്ന തരത്തിലൊരു എനർജിയാണ്. നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിയൊക്കെ ക്രിയേറ്റിവിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മോറൽസിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലൊരു എനർജിയാണ്. കൂടുതലും സ്പിരിച്വാലിറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ കൂടുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇന്നത്തെ ദിവസം എന്തെങ്കിലും രഹസ്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾ കോൺഫ്ലിക്റ്റിനൊക്കെ മാറി നിൽക്കുക, ഡിസഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാനുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടുമാറി പോവുക. നിങ്ങളുമായിട്ട് അങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് മാറി നടക്കുക. ഇനി ഫോൺ കോളിലൂടെ ആണെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് ഡീവിയേറ്റ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ മാറ്റുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റുക എന്നുള്ളതാണ് പറയാനുള്ളത്. ശ്രദ്ധിക്കണം, വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും പ്രയോഗിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കൂ എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റ് ഉള്ള സ്ഥലത്ത് നിന്നൊക്കെ മാറുക. ഓക്കെ, എന്തൊക്കെയോ ഇന്ന് സീക്രട്സ് പുറത്തേക്ക് വരാനുണ്ട് കേട്ടോ. ഒരു സീക്രട്ടായിട്ടുള്ള നോളജാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നത് പറഞ്ഞല്ലോ, ഗൈഡൻസ് ഒരു ലേഡിയുമായിട്ട് ഗൈഡൻസ് എടുക്കുന്ന തരത്തിലൊരു എനർജി ആയിരിക്കും. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക്
കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന തരത്തിലൊരു എനർജി ആയിരിക്കാനൊരു സാധ്യതയുണ്ട്. രണ്ടും സ്പിരിച്വാലിറ്റിയുടെ കാർഡാണ്, സ്പിരിച്വാലിറ്റി കൂടുന്ന തരത്തിലുള്ള കാർഡാണ്. നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നത്. ചില ദിവസത്തെ എനർജി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് കാർമികമായിട്ടുള്ള പല സിറ്റുവേഷനും എൻഡ് ചെയ്തിട്ട് പോകുന്നതുമായിരിക്കാനുള്ള ആ ഒരു ഇതിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് മാറുന്ന തരത്തിലൊരു എനർജി കൂടി ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, ചൂസ് എ ന്യൂ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോകുന്ന ആ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഒന്ന് മാറ്റി നോക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ പോകുന്ന വഴിയിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസും പറയുന്നത്. പുതിയൊരു ഡയറക്ഷൻ നിങ്ങളോട് നോക്കാനും തിരഞ്ഞെടുക്കാനും പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസ്. അങ്ങനെ എന്തോ വരുന്നുണ്ട്, നിങ്ങളുടെ ഡയറക്ഷനിൽ അങ്ങനെ എന്തോ ഉണ്ട് എന്നുള്ളതാണ്. ഫോർഗീവ്നെസ്, ഇപ്പോൾ ചിലരോടൊക്കെ ഫോർഗീവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഫോർഗീവ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫോർഗെറ്റ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങൾ മുന്നോട്ടേക്ക് വീണ്ടും വീണ്ടും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. മുമ്പ് എനിക്കിങ്ങനെ പറ്റിയല്ലോ, ഇങ്ങനെ ചതി പറ്റിയല്ലോ, എന്നെ ചതിച്ചല്ലോ, അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ചല്ലോ, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയതാണ്. അതിനെ ഫോർഗീവ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫോർഗെറ്റ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുക. ഡോണ്ട് സ്റ്റോപ്പ്. യെസ്, നിങ്ങൾ നിർത്തരുത്, മുന്നോട്ടേക്ക് നീങ്ങണം, എവിടെയും നിർത്തരുത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കാം. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. നിങ്ങൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കൂ. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സഹായം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ചുറ്റിലും ഏഞ്ചൽസ് നിർത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ സഹായങ്ങൾ ചോദിക്കട്ടോ. യെസ്, മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയും മെഡിറ്റേഷൻ ഉണ്ട്, ഇവിടെയും മെഡിറ്റേഷൻ ഉണ്ട്, ഇവിടെയും ഇൻഡ്യൂഷൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആൻസർ പറയും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യൂ, ആൻസർ ലഭിക്കും മെഡിറ്റേഷനിലൂടെ. നോട്ട് ദി റൈറ്റ് ടൈം. ഓക്കെ, ചിലർക്കൊക്കെ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം മുന്നോട്ടേക്ക് നീക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റൈറ്റ് ടൈം അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെയും പറയുന്നുണ്ട് പുതിയൊരു ഡയറക്ഷനിലേക്ക് നോക്കാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ചധികം അവെയർ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കാർഡ്സൊക്കെ പറയുന്നത്. നോക്കാം റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത്. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. അപ്പോൾ നിങ്ങളോട് ഒരു ഓപ്പൺ മൈൻഡോടുകൂടി ഇരിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളുടെ സോൾമേറ്റ്. നിങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും സാഹചര്യങ്ങളും ആ വ്യക്തിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓപ്പണായിരിക്കൂ, ഓപ്പണായിട്ട് സംസാരിക്കൂ, ഓപ്പണായിട്ടിരിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലും സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. പാഷൻ. അലോ യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ്. അപ്പോൾ പാഷനേറ്റ് ആവാനാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മാവിനെയും ഹൃദയത്തെയൊക്കെ നിങ്ങൾ എൻജോയ്മെൻറ്റിലേക്ക് കൊണ്ടുവരൂ, സന്തോഷിപ്പിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ന്യൂ ലവ്. എ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റേർഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. ഒരു പുതിയൊരു തുടക്കം, ഒരു പുതിയൊരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. യു ഡിസേർവ് ലവ്. യു ആർ ലവബിൾ. നിങ്ങൾ സ്നേഹത്തിന് അർഹതയുള്ളവർ തന്നെയാണ്. നിങ്ങൾ സ്വയം അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ, എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, നിങ്ങൾ ലവബിളാണ് എന്നുള്ളതാണ് പറയുന്നത്. യെസ്, റൊമാൻറ്റിക് ഫീലിങ്സ്. യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യാനും അതിൻ്റെ റിയാലിറ്റിയെ മനസ്സിലാക്കാനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ റൊമാൻറ്റിക് ഫീലിങ്സ്, നിങ്ങളോട് റൊമാൻറ്റിക് ഫീലിങ്സിൻ്റെ അടുത്തറിയാനും അതിൽ ഫീൽ ചെയ്യാനുമാണ് പറയുന്നത്. ഓക്കെ, ഉള്ളിൽ അടക്കി വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. റിലീസ് യുവർ എക്സ്. ദ ടൈം ഹാസ് ടു ക്ലിയർ യുവർ എനർജി. നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യം നിങ്ങൾ വിട്ട് കളയൂ എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങളുടെ എനർജി ക്ലിയർ ചെയ്യാനാണ് പറയുന്നത്. വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഹോൾഡ് ചെയ്ത് വെക്കേണ്ട, അതിനെ നിങ്ങൾ അവിടെ നിന്ന് കളയൂ, മുന്നോട്ടേക്ക് നീങ്ങൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ വളരെയധികം കെയർഫുള്ളായിരിക്കേണ്ട ഒരു ദിവസമാണ്, ശ്രദ്ധിക്കൂ കേട്ടോ. ഓക്കെ,
എല്ലാവരും മെഡിറ്റേഷനൊക്കെ ചെയ്യണം, പ്രാർത്ഥിക്കണം, കൂടുതലും ഡിവൈനായിട്ട് കണക്റ്റഡ് ആവുക, ഫൊർഗീവ് ചെയ്യുക. ഓക്കെ, നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ പോയിൻ്റ് കൂടെ കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.